ജനപക്ഷത്തു നിന്നുള്ള ജനകീയ പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. അധികാരികൾ അവഗണിക്കുന്ന ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ പൊതുജനം കഴുതയല്ല സാർ ആരംഭിക്കുന്നു. ഞാൻ ബി ദിലീപ് കുമാർ. അധികാര കസേരകളിൽ അമർന്നിരിക്കുന്നവർ എപ്പോഴും ഓർത്തിരിക്കണം, ജനം എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി പൊതുജനം കഴുതയല്ല സാറിലേക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. സാക്ഷര കേരളം, സാംസ്കാരിക കേരളം, അങ്ങനെ അനവധി വിശേഷണങ്ങളുള്ള നാട്ടിലാണ് ഒരു മനുഷ്യനെ അടുത്തിടെ ശരീരത്തിൽ ഒരിഞ്ചു സ്ഥലം ബാക്കി വയ്ക്കാതെ തല്ലിച്ചതച്ച് ചോര തുപ്പിച്ച് കൊലപ്പെടുത്തിയത്. പോസ്റ്റ്മോർട്ടം ടേബിളിൽ കണ്ട ആ മൃതദേഹത്തിലെ ക്ഷതങ്ങളെക്കുറിച്ച് ഒരു ഡോക്ടർ തൊണ്ടയിടറി പറഞ്ഞതും നാം കണ്ടു. ആൾക്കൂട്ടക്കൊല കേരളത്തിൽ ആദ്യത്തേതല്ല, ആവർത്തിക്കപ്പെടുന്നതാണ്. രാംനാരായൺ ബഗേൽ കേരളത്തിൻ്റെ പൊതുബോധത്തിനേറ്റ കളങ്കമാണ്, തീരാ കളങ്കം. രാംനാരായണൻ ബഗേൽ ആദ്യത്തെയാളല്ല, അവസാനത്തെയാളാകാനും വഴിയില്ല. മനുഷ്യനെ അടിച്ചുകൊല്ലുന്ന ബാർബേറിയൻ കൊലപാതകങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടാൻ കാരണമെന്താണ്? അട്ടപ്പാടിയിലെ മധു മുതൽ രാംനാരായണൻ ബഗേൽ വരെയുള്ള മനുഷ്യർ ചെയ്ത തെറ്റെന്താണ്? കിഴക്കേ അട്ടപ്പള്ളം കേരളത്തിലാണ്, പാലക്കാടാണ്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച തൊഴിൽ തേടിയെത്തിയതാണ് ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണൻ ബഗേൽ. കണ്ടാൽ കള്ളനാണെന്ന് തോന്നില്ലേ എന്ന മുൻധാരണയിലാണ് അന്നാട്ടിലെ ചിലർ രാംനാരായണൻ ബഗേലിനെ പിടിച്ചുകെട്ടുന്നത്. കൈകാര്യം ചെയ്യാൻ ആ നാട്ടിലെ യുവാക്കളെ വിളിച്ചുവരുത്തി ഏൽപ്പിച്ചു. കാരണങ്ങളൊന്നും തേടാതെ കള്ളനെന്ന് മുദ്രകുത്തി. 31കാരനെ ഉച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെ ക്രൂരമായി മർദ്ദിച്ചു. കയ്യിൽ കിട്ടിയതെല്ലാം ഉപയോഗിച്ച് തിരിച്ചു പറയാൻ ഭാഷ പോലും അറിയാത്ത ആളെ ഭേദ്യം ചെയ്തു. ചോര ഛർദ്ദിച്ച് കുഴഞ്ഞു വീണ ബഗേലിനെ പോലീസ് എത്തിയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആശുപത്രിയിൽ 3 മണിക്കൂർ തികയും മുൻപ് കുഴഞ്ഞു വീണയാൾ മരിച്ചു. എത്രത്തോളം ക്രൂരമായി ഒരു മർദ്ദനത്തിനിരയായി ഒരു ആൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം, അത് നമ്മളുടെ കേരളീയ സമൂഹം ഒരു അതിഥി തൊഴിലാളിയോട് ചെയ്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരാളെ തച്ചു കൊന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അടി ഒരാളെ ശരീരത്തിൽ ഇത്രയധികം മർദ്ദനമേൽക്കുമ്പോൾ രക്തസ്രാവം ഉണ്ടാവും. അത് തന്നെയാണ് മരണകാരണം. ആ ശരീരത്തിൽ അടിയേൽക്കാത്ത സ്ഥലമില്ലെന്ന് പറഞ്ഞത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറാണ്. ഒരു പടി കൂടി കടന്ന് കാടത്തമെന്നാണ് ഡോക്ടർ ഹിതേഷ് ശങ്കർ വിശേഷിപ്പിച്ചത്. ഫേസ്ബുക്കിലും ഡോക്ടർ ആ വൈകാരിക കുറിപ്പ് പങ്കുവച്ചതാണ്. തലയൊട്ടി പൊളിച്ച് വാരിയെല്ല് തകർത്ത് കൊല്ലപ്പെടാൻ മാത്രം ആ മറുനാട്ടുകാരൻ ചെയ്ത തെറ്റെന്താണ്? രാംനാരായണൻ ബഗേലിന്റെ ബന്ധുക്കളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കേരളം മൗനം നടിച്ചു. बड़ा भाई है मेरा, तो यहाँ पे काम उसको पसंद नहीं आया था, तो यहाँ से वो जा रहा था. नया लड़का था तो जगह से अनजान था, रास्ता भटक गया, तो घूमते घूमते उस जहाँ पे उसकी घटना हुआ उस तरफ चला गया. तो लोगों ने उसके साथ में जो वारदात किया था वो किए हैं. उसके बारे में पूरी जानकारी तो नहीं है, लेकिन उसको मारने से मौत हुआ है, ऐसा हमें पुलिस वालों ने बताया है. കൊലപാതകത്തിന്റെ പിറ്റേ ദിവസം 5ഉം ദേ ഇന്ന് ഒരാളും ഉൾപ്പെടെ ഈ കേസിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 10 ആണ്. ആൾക്കൂട്ട കൊലപാതകമെന്ന് FIRൽ എഴുതാൻ ആദ്യം വിട്ടുപോയ പോലീസിന്റെ വീഴ്ചയടക്കം ചോദ്യം ചെയ്യപ്പെട്ടു. അപ്പോഴും അവശേഷിക്കുന്ന ചോദ്യം, ഇങ്ങനെ മനുഷ്യനെ തല്ലിക്കൊല്ലാൻ പോകുന്ന ആൾക്കൂട്ടം കേരളത്തിൽ എങ്ങനെ രൂപപ്പെട്ടു എന്നാണ്. കേരളത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന അതിദാരുണമായ കൊലപാതകം, രാംനാരായണൻ്റെ കൊലപാതകം, നമുക്കൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണക്കാക്കാൻ സാധിക്കത്തില്ല. കാരണം കേരളത്തിൽ 2015 മുതലാണ് നമ്മൾ ഈ ആൾക്കൂട്ട കൊലപാതകവും വിചാരണയെക്കുറിച്ചുമൊക്കെ ഉള്ള ഒരു ആലോചന കൂടുതൽ ഇന്ത്യയെമ്പാടും ശക്തമായി വരുന്നത് ദാദ്രയിലെ ആ ഒരു 2015 കൊലപാതകത്തോട് അനുബന്ധമായിട്ട് തന്നെയാണ്. ഇത് മൊത്തത്തിലുള്ളൊരു വെല്ലുവിളി എന്ന നിലയ്ക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സംഘടിതമായ ഒരു ആസൂത്രിതമായ ഒരു പ്രവർത്തനം എന്ന നിലയ്ക്കൊക്കെ നമുക്ക് ഇതിനെ പരിഗണിക്കാവുന്നതാണ്. മോബ് വയലൻസ്, നിയന്ത്രണം തെറ്റിയ ഭ്രാന്തമായ ആൾക്കൂട്ടത്തെ കേരളം ആദ്യമായി കാണുന്നതല്ല. അട്ടപ്പള്ളത്തു നിന്നും 1.5 മണിക്കൂർ അകലെയുള്ള അട്ടപ്പാടിയിൽ 2018 വിശപ്പടക്കാൻ ചോറെടുത്തതിന് തല്ലിക്കൊന്ന മധുവിനെ കേരളം മറന്നിട്ടുണ്ടാകില്ല. മോഷണക്കുറ്റം ആരോപിച്ച് കൈകൾ കൂട്ടിക്കെട്ടി ഭ്രാന്തമായ ഒരാൾക്കൂട്ടം ആദിവാസി യുവാവിനെ മർദ്ദിച്ചു കൊന്നു. രാജേഷ് മാഞ്ചി എന്നൊരു മനുഷ്യൻ ഈ പ്രബുദ്ധ കേരളത്തിൽ ആൾക്കൂട്ടക്കൊലയ്ക്ക് വിധേയനായത് 2023 മലപ്പുറം കൊണ്ടോട്ടിയിൽ ബീഹാർ സ്വദേശി രാജേഷ് മാഞ്ചിയെ
മോഷണക്കുറ്റം ആരോപിച്ചാണ് കൈ പിന്നിൽ കെട്ടി ആക്രമിച്ചത്. കോഴിത്തീറ്റ ഗോഡൌണിൽ തൊഴിലാളിയായി എത്തിയ ഇയാളെ മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ചു. 2023 എറണാകുളത്ത് സമാനമായ മറ്റൊരാൾക്കൂട്ട കൊലപാതകം നടന്നു. അരുണാചൽ പ്രദേശ് സ്വദേശിയായ അശോക് ദാസ് പെരുമ്പാവൂരിൽ മർദ്ദനമേറ്റു മരിച്ചു. കെട്ടിയിട്ട് മർദ്ദിച്ച നിലയിലായിരുന്നു ഇയാളെയും കണ്ടെത്തിയത്. കേരളത്തിന്റെയും അല്ലെങ്കിൽ ഇന്ത്യയുടെയും പൊതുവിലുള്ള ഒരു സാഹചര്യത്തിൽ ഒരു മനുസ്മൃതി സംസ്കാരവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേദങ്ങളും ഇതിഹാസങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു ആൾക്കൂട്ട വിചാരണകളുടെ വലിയൊരു കാഴ്ച നമ്മൾ കാണുന്നത്. ഈ ആൾക്കൂട്ട കൊലപാതകത്തിന്റെയൊക്കെ രീതിശാസ്ത്രം ശ്രദ്ധേയമാണ്. ടാർഗറ്റഡ് വയലൻസ്. വൈകാരികമായ ഒരു തർക്കത്തിനു പകരം ഇരയെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതാണ് രീതി. മർദ്ദനത്തിന്റെ തീവ്രതയും അത് വ്യക്തമാക്കുന്നു. സലിം മാലിക്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രതികരണങ്ങളാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. നേരത്തെ മുതൽ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച പ്രതികരണങ്ങളൊക്കെ ധാരാളമായി വന്നിട്ടുള്ളതാണ്. ആശാ സിംഗപ്പൂർ പറയുന്നു, മറ്റൊരു മധു, മനുഷ്യത്വമില്ലാത്ത ക്രൂരന്മാർ ഒരു പേപ്പട്ടിയെ പോലും ഇങ്ങനെ തല്ലില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കുട്ടൻ പറയുന്നുണ്ട്, പാലക്കാട് ജില്ലയിൽ ഇത് തുടർക്കഥയാണല്ലോ എന്ന്. അരുൺ പറയുന്നു, സ്വന്തം മാതാപിതാക്കളെപ്പോലും അടിച്ചും വെട്ടിയും കുത്തിയും കൊല്ലാൻ മടിയില്ലാത്ത മൃഗങ്ങളെന്ന് പോലും വിളിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം ആളുകൾ വസിക്കുന്ന ഈ സമൂഹത്തിൽ ഇത് നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്നാൽ അബ്രഹാം തോമസ് പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ ക്രൂരമായി കൊല്ലുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പേരുള്ള കേരളമാണോ ഇത്? നൗഷാദ് പുന്നത്തല, ആൾക്കൂട്ട കൊലകൾ സമൂഹത്തിൽ ഭീതി സൃഷ്ടിക്കുന്നുണ്ട്. ഇത്തരം നടപടികൾ കർശനമായി അതിനെതിരെ കർശന നടപടികൾ വേണം എന്ന കാര്യവും പറയുന്നുണ്ട്. ഈ നിലയിൽ നിരവധി പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കർശന നടപടി ഇവർക്കെതിരെ ഉണ്ടാകും എന്നു തന്നെ, ഇതിൻ്റെ പ്രതികൾക്കെതിരെ ഉണ്ടാകും എന്നു തന്നെ പ്രതീക്ഷിക്കാം. ഇനി ഇങ്ങനെയുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ കേരളത്തിൽ ഉണ്ടാകരുത്. അതിനുള്ള കർശന നടപടികൾ അധികൃതർ സ്വീകരിക്കണം. ഇനി മറ്റൊരു വിശേഷത്തിലേക്കാണ്. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ നാളെ പുതിയ മേയർമാരും നഗരസഭകളിൽ പുതിയ അധ്യക്ഷരും ചുമതലയേൽക്കും. പുതിയ മേയറും ഭരണസമിതിയുമൊക്കെ അധികാരമേൽക്കുമ്പോൾ കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചി ജനത വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അവർക്ക് എന്തൊക്കെയാണ് ഈ കൊച്ചിയിൽ പെട്ടെന്ന് ഈ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച ചില നിർദ്ദേശങ്ങളുണ്ട്. കൊച്ചിയിൽ അധികാരത്തിൽ വരുന്ന പുതിയ ഭരണസമിതി, പുതിയ മേയർ, ഇവരൊക്കെ ഈ കാര്യത്തിൽ ഈ ജനങ്ങൾ പറയുന്ന ജനങ്ങളുടെ പ്രതീക്ഷകൾ അതിനനുസരിച്ചുള്ള ഭരണ സംവിധാനം കൊച്ചി നഗരത്തിൽ ഒരുക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് ഇവിടെ കൊച്ചി നിവാസികൾക്ക് കൊച്ചിയിലെ പുതിയ മേയറോട് പറയാനുള്ളത്? കാണാം. കൊച്ചി നഗരത്തിന്റെ 22ാം മേയറായി VK മിനിമോൾ നാളെ തെരഞ്ഞെടുക്കപ്പെടും. പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ജനങ്ങൾ. കൊച്ചിയുടെ അടിസ്ഥാന വികസനം ഉൾപ്പെടെ പുതിയ ഭരണസമിതിക്ക് മുന്നിൽ ഒരുപിടി കാര്യങ്ങളുണ്ട്. കൊച്ചിയുടെ വളർച്ചയ്ക്കും നഗരവികസനത്തിനും നിർണായകമായ 5 വർഷങ്ങളാണ് മുന്നിലുള്ളത്. നഗരവികസനത്തിൽ റോഡുകളുടെ കാര്യമാണ് ജനങ്ങൾ മുന്നോട്ടുവെക്കുന്ന പ്രധാന പ്രശ്നം. പ്രധാനമായിട്ടും നമുക്ക് ഗതാഗതക്കുരുക്കാണ് കൊച്ചിയിലൊരു പ്രശ്നം മെയിനായിട്ട്. അതിൻ്റെ മെയിൻ കാര്യങ്ങൾ നമുക്ക് റോഡുകളാണ്. ഈ ഇതുപോലത്തെ ഹൈവേകളല്ല, നമുക്ക് കൊച്ചിയിലുള്ള ചെറിയ ചെറിയ റോഡുകൾ, അതായത് ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ തമ്മനത്താണ്. അപ്പോൾ തമ്മനത്തുള്ള നമുക്ക് തമ്മനം റോഡ്, ഇപ്പോൾ ചക്കരപ്പറമ്പ് റോഡ്, വെണ്ണല റോഡ്, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ റോഡുകൾക്ക് വളരെ ശോചനീയ അവസ്ഥയിലാണ് കിടക്കുന്നത്. അതിനൊക്കെ ഒരു പരിഹാരം വരും എന്നതാണ് എനിക്കിതിലൊരു പ്രതീക്ഷയുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഗുണമുള്ളൂ. കാരണം പ്രത്യേകിച്ച് ഈ മഴക്കാലത്താണെങ്കിൽ ഈ വെള്ളക്കെട്ട് വന്നു കഴിഞ്ഞാൽ കുഴി ഏതാ, തോടേതാ, റോഡേതാന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. മെയിനായിട്ട് ഗതാഗതം ഒന്ന് റെഡിയാക്കണം, അതുപോലെ റോഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം എന്നുള്ളതിലാണ് ഇതിലൊരു പ്രതീക്ഷ വെക്കുന്നത്. തെരുവുനായ ശല്യത്തിനും വെള്ളക്കെട്ടിനും പുതിയ ഭരണസമിതിയെങ്കിലും പരിഹാരം കാണുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. KSRTC ബസ് സ്റ്റാൻഡിനടക്കം മാറ്റമുണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ്. നമുക്കിതുവരെ ഈ ഭാഗങ്ങളിൽ മഴ സമയങ്ങളിൽ നല്ല വെള്ളം വന്നിട്ട് ഈ ഭാഗങ്ങൾ കൂടുതലായിട്ട് വെള്ളം നിൽക്കുന്ന ഒരു വിഷയങ്ങളുണ്ട്. അത് ഒരുപാട് സമയങ്ങളായിട്ടുള്ളതാണെന്നാണ് കേൾക്കുന്നത്. ഞാൻ കൂടുതലായിട്ടില്ല, പക്ഷേ എന്നാലും അതിനൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ തെരുവ് നായകളുടെ ശല്യങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റങ്ങൾ വന്നാൽ നന്നായിരിക്കും. അപ്പോൾ അടുത്ത ഭരണത്തിൽ അതൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കൊച്ചിയുടെ ടൂറിസം മേഖലയിലും ജനങ്ങൾ വളർച്ച പ്രതീക്ഷിക്കുന്നു. അതേസമയം മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ തർക്കങ്ങൾ ചില ആശങ്കകളും ജനങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. ടേം വ്യവസ്ഥയിലുള്ള ഭരണം വികസനത്തെ ബാധിക്കില്ലേ എന്നാണ്
ചിലരുടെ ചോദ്യം. പുതിയതായിട്ട് ഇവർ വന്നിട്ട് ഇപ്പോൾ എത്ര ദിവസം ഇപ്പോൾ തല്ലുപിടിച്ചാണ് ഇപ്പോൾ നാളെ ആവണത്. ഒരുപാട് ദിവസമായി ഒരു മേയറെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റിയില്ല. ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് എത്രയോ ദിവസമായി. അതുകൊണ്ട് 2.5 വർഷത്തേക്കാണ് വെച്ചേക്കുന്നത്. ഈ 2 വർഷം കഴിഞ്ഞ് പിന്നെ ഒരാൾ പിന്നെ വന്ന് പഠിച്ച് രണ്ടാമത് വരുമ്പോഴും ഈ 5 കൊല്ലം കൂടെ പോകും. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടവും വാട്ടർ മെട്രോ വികസനവും നിർണായക ഘട്ടത്തിലാണ്. നഗരത്തിലെ വായുമലിനീകരണം ഉൾപ്പെടെ വലിയ വെല്ലുവിളികളാണ് പുതിയ ഭരണസമിതിയുടെ മുന്നിലുള്ളത്. രാജ്യത്തെ അതിവേഗം വളരുന്ന നഗരമാണ് കൊച്ചി. ആ കൊച്ചിക്ക് പുതിയ മേയർ വരുമ്പോൾ വലിയ വികസന പ്രതീക്ഷകളുണ്ട് നഗരവാസികൾക്ക്. ആ വികസന പ്രതീക്ഷകൾക്കൊപ്പം കൊച്ചിയുടെ പുതിയ മേയറും ഭരണസമിതിയും ഉയരേണ്ടതുണ്ട്. ക്യാമറ പേഴ്സൺ ഷിജു ചാവറയ്ക്കൊപ്പം റാഫി കരീം, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഏതായാലും കൊച്ചിയെ സംബന്ധിച്ച് വിശാല കൊച്ചി എന്ന് പറയാറുണ്ട്. അത് വികസന കൊച്ചിയായി മാറട്ടെ. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയോടൊക്കെ പ്രതികരിക്കുന്നുണ്ട്. മോഹനൻ പിലാത്തറ പറയുന്നു, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്ഥാന മാനദണ്ഡങ്ങൾ ബോധവൽക്കരിക്കുന്നത് നേതാക്കൾ ശ്രദ്ധിക്കണം എന്ന കാര്യം. ഏതായാലും വികസനത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അത് പകർന്നു നൽകുന്നതിന് നേതാക്കൾ ഈ നഗരസഭയുടെയും അതോടൊപ്പം തന്നെ കോർപ്പറേഷനുകളുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും ഒക്കെ ഭരണത്തിലുള്ളവർക്ക് കൃത്യമായ ദിശാബോധം നൽകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രവികുമാർ പറയുന്നുണ്ട്, തൃപ്പൂണിത്തുറ നഗരസഭയിൽ പുതിയ ചെയർമാൻ PL ബാബു ഒരു സീറ്റിൻ്റെ മാത്രം ഭൂരിപക്ഷം കൊണ്ട് എത്ര നാൾ ഭരിക്കാൻ സാധിക്കും എന്നതൊരു ചോദ്യമായി അവശേഷിക്കുന്നു എന്നത്. ഏതായാലും PL ബാബുവിനെയാണ് NDA അവിടെ ഇപ്പോൾ ചെയർമാൻ സ്ഥാനാർത്ഥിയായി തൃപ്പൂണിത്തുറയിൽ BJP തീരുമാനിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിശേഷത്തിലേക്കാണ്. ഏവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണത്. രാജ്യത്തെ പൗരത്വ രേഖയിൽ തർക്കം തുടരുമ്പോഴാണ് കേരളത്തിൽ നേറ്റിവിറ്റി കാർഡുമായി പിണറായി സർക്കാർ എത്തുന്നത്. സ്വദേശിയെന്നും സ്ഥിരതാമസമുള്ളയാളെന്നും തെളിയിക്കാനുള്ള ആധികാരിക രേഖയായി ഇത് ഉപയോഗിക്കാമെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ രാജ്യത്ത് പൗരത്വം തെളിയിക്കാനുള്ള അധികാരം കേന്ദ്രത്തിൽ നിക്ഷിപ്തമായിരിക്കെ തീരുമാനത്തെ ചൊല്ലി വലിയ ആശയക്കുഴപ്പമാണ് നിലനിൽക്കുന്നത്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി എക്കാലത്തും ഇത് ഉപയോഗിക്കാനാവും. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും മറ്റ് സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തക്ക വിധമുള്ള നിയമ പിൻബലത്തോടു കൂടിയ ആധികാരിക രേഖയായി ഈ കാർഡ് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. പൗരത്വ നിയമത്തിനെതിരായ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രതിരോധം കൂടിയാണ് ഈ തീരുമാനം. എന്നാൽ പൗരത്വം തെളിയിക്കുന്നതിനുള്ള അംഗീകൃത രേഖയായി കേരളത്തിൻ്റെ നേറ്റിവിറ്റി കാർഡ് പരിഗണിക്കുമോ എന്നതാണ് ചോദ്യം. ഇക്കാര്യങ്ങളിലുൾപ്പെടെ സർക്കാർ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒരു വ്യക്തിയുടെ ജനനവും ദീർഘകാല താമസവും തെളിയിക്കുന്ന രേഖയാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. നിലവിൽ ഓരോ ആവശ്യങ്ങൾക്കായി പലതവണ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരുന്നു. നിയമപ്രാബല്യത്തോടെ പുതിയ കാർഡ് വരുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് സർക്കാർ പറയുന്നത്. നിലവിൽ രാജ്യത്ത് പൗരത്വ നിയമം തെളിയിക്കുന്നതിനുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ്. പൗരത്വ നിയമപ്രകാരം ദേശീയ പൗര രജിസ്റ്ററും ദേശീയ തിരിച്ചറിയൽ കാർഡും നടപ്പിലാക്കാൻ വ്യവസ്ഥയുണ്ട്. കേന്ദ്രത്തിൻ്റെ ഈ അധികാര പരിധി മറികടന്ന് കേരളം നൽകുന്ന ഒരു കാർഡ് പൗരത്വത്തിൻ്റെ തെളിവായി എവിടെയെങ്കിലും അംഗീകരിക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട നിലവിൽ തന്നെ സംസ്ഥാനങ്ങൾക്കിടയിൽ വ്യക്തമായ മാനദണ്ഡങ്ങളില്ല. കേരളത്തിലെ ലാൻഡ് റവന്യൂ മാനുവൽ പ്രകാരം ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് മാത്രമാണ് സാധാരണഗതിയിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഒരാൾ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം അയാൾ ഇന്ത്യൻ പൗരനാകണമെന്നില്ല. പൗരത്വത്തിന് കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ള കർശനമായ നിബന്ധനകൾ പാലിക്കാതെ സംസ്ഥാനം നൽകുന്ന കാർഡുകൾ കേന്ദ്ര ഏജൻസികളോ കോടതികളോ അംഗീകരിക്കില്ല. ആധാർ കാർഡ് പോലും പൗരത്വത്തിന്റെ തെളിവല്ലെന്ന് രേഖപ്പെടുത്തിയിരിക്കെ കേരളത്തിന്റെ നേറ്റിവിറ്റി കാർഡിന് പൗരത്വം തെളിയിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണെന്നും വിമർശനമുയരുന്നുണ്ട്. അവ്യക്തതകൾക്കിടയിലും നേറ്റിവിറ്റി കാർഡിന് നിയമസാധുത നൽകുന്നതിനുള്ള പ്രാരംഭ ചർച്ചകൾ റവന്യൂ വകുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിയമനിർമ്മാണം നടത്താനാണ് തീരുമാനം. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഏതായാലും കേരളം പ്രഖ്യാപിച്ച, ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഈ നേറ്റിവിറ്റി കാർഡിനെ സംബന്ധിച്ച്, അതിൻ്റെ സാധുതയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, തർക്കങ്ങളൊക്കെ തുടരുകയാണ്. അത് കേരളത്തിന് പുറത്ത് എത്രത്തോളം അതിന് വിലയുണ്ടാകും
അത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റായി നേറ്റിവിറ്റി കാർഡായി അംഗീകരിക്കുമോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇപ്പോഴും ബാക്കിയാവുകയാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വിശേഷങ്ങളിലേക്ക് പൊതുജനം കഴുതയല്ല സാർ പോകും. പൊതുജനം കഴുതയല്ല സാർ തുടരുന്നു. നേരത്തെ ഈ നേറ്റിവിറ്റി കാർഡുമായി ബന്ധപ്പെട്ട ആ വാർത്തയോടുള്ള പ്രതികരണം എന്ന നിലയിൽ ചേറാടി ചോദിക്കുകയാണ്, റേഷൻ കാർഡ്, പാസ്പോർട്ട്, പാൻ കാർഡ്, വോട്ടേഴ്സ് ID, ആധാർ, വിവിധ ബാങ്കുകളുടെ കാർഡുകൾ, അതിൻ്റെ കൂടെ ഇനി ഒരെണ്ണം കൂടി, ഇതെല്ലാം സുരക്ഷിതമായി കൊണ്ടു നടക്കാൻ ഒരു സഞ്ചി കൂടി നിർബന്ധമാക്കണം ഭരണകാരണവന്മാരെ എന്നാണ് ചേറാടി പറയുന്നത്. ആശാ സിംഗപ്പൂർ പറയുന്നുണ്ട്, സൂട്ട് കേസ് വേണോ ചേട്ടാ എന്ന് ചേറാടിയോട് ചോദിക്കുന്നുമുണ്ട്. ഏതായാലും ഡിജി ലോക്കർ പോലുള്ള ആപ്പുകൾ ഈ മൊബൈലുകൾ ഉപയോഗിക്കുന്നവർക്ക് വളരെ സഹായകമായിരിക്കും ഇത്തരം രേഖകൾ സൂക്ഷിക്കുന്നതിനായി. മറ്റൊരു വിശേഷത്തിലേക്കാണ്. ഇടുക്കി ആനച്ചാലിൽ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മാണത്തിൻ്റെ പണി നിർത്തിവെച്ചു. ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ് കാരണം. എന്നാൽ ഈ ഗ്ലാസ് പാലം പെട്ടെന്നൊരു ദിവസം നിർമ്മിച്ചതല്ല. പലതവണ നിർമ്മാണ നിരോധന ഉത്തരവ് നൽകിയതാണ്. എന്നിട്ടും നഗ്നമായ നിയമലംഘനത്തിനായി കോടികൾ പൊടിക്കുന്നതിന് പിന്നിലെ ധൈര്യം എന്താണ്? ഉദ്യോഗസ്ഥ ഒത്താശയോ രാഷ്ട്രീയ പിൻബലമോ? ഏഷ്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന പ്രചരണത്തോടെയാണ് ആനച്ചാലിൽ മൂന്നാർ ഗ്ലാസ് ബ്രിഡ്ജ് പ്രവർത്തനം ആരംഭിച്ചത്. നിയമം ലംഘിച്ച് പണിത ഗ്ലാസ് ബ്രിഡ്ജ് ഒരു തടസ്സവുമില്ലാതെ പ്രവർത്തിപ്പിക്കാമെന്ന് കരുതിയപ്പോൾ നാട്ടുകാരുടെ അടക്കം വ്യാപകമായ പരാതികൾ കളക്ടർക്ക് ലഭിച്ചു. ഇതിനു പിന്നാലെയാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ആനച്ചാൽ ഇരുട്ടുകാനം റോഡിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഗ്ലാസ് ബ്രിഡ്ജിന്റെ നിർമ്മാണം ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത് കള്ളം. കാനച്ചേരി ഡൊമിനിക് വക വസ്തുവിൽ പുറമ്പോക്കിൽ സ്ഥിതി ചെയ്യുന്ന പാറപ്പുറത്ത് റെഡ് സോണിലാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഉയർന്നത്. അതീവ ദുരന്തബാധിത പ്രദേശത്ത് പാറ തുരന്ന് നിർമ്മാണം. ഫെബ്രുവരിയിൽ ജില്ലാ കളക്ടർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ദേവികുളം പള്ളിവാസൽ പഞ്ചായത്ത് സെക്രട്ടറിമാർ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അന്നു മുതൽ നടപടി തുടങ്ങിയെങ്കിലും അതെല്ലാം മറികടന്ന് ഗ്ലാസ് ബ്രിഡ്ജിന്റെ പണി പൂർത്തിയാക്കി. റവന്യൂ വകുപ്പിന്റെ നിരാക്ഷേപ പത്രമില്ലാതെ മൂന്നാർ മേഖലയിലെ 13 പഞ്ചായത്തുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് ഹൈക്കോടതി വിധിയുള്ളതാണ്. ആനച്ചാലിലെ ഗ്ലാസ് ബ്രിഡ്ജ് ഈ വിധി ലംഘിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് വ്യക്തം. റെഡ് സോണിൽ ഉൾപ്പെട്ട സ്ഥലത്ത് JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തു. പിന്നീട് പാറപ്പുറം പോക്കിൽ കോൺക്രീറ്റ് ചെയ്ത് ഇരുമ്പ് തൂണുകൾ നാട്ടി. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെ അനുമതി നിർമ്മാണത്തിന് ലഭിച്ചിട്ടില്ലാത്തതിനാൽ പ്രവർത്തനവും നിയമവിരുദ്ധം. ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖലയെ തകർക്കുന്ന നടപടിയാണ് ആനച്ചാലിലെ ഗ്ലാസ് ബ്രിഡ്ജിനോടുണ്ടായതെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. എന്നാൽ അതത്ര നിഷ്കളങ്കമല്ല. സാധാരണക്കാരായ ആളുകൾക്ക് വീട് വെക്കാൻ പോലും 100 നൂലാമാലകൾ കടക്കേണ്ടിടത്ത് കോടികൾ മുടക്കിയുള്ള ഈ അനധികൃത നിർമ്മാണത്തിന് എങ്ങനെ ഉദ്യോഗസ്ഥർ ഒത്താശ നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. തീർച്ചയായും രാഹുൽ വിജയൻ ചോദിച്ചത് വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ്. അക്കാര്യത്തിൽ റവന്യൂ അധികാരികളാണ് ഉത്തരം പറയേണ്ടത്. ഇതിന് അനുമതി നൽകിയവരാണ് ഇതുവരെ അക്കാര്യത്തിൽ ഉത്തരം പറയേണ്ടത്. കാരണം അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നത്. ഇത്രയും ഉയർന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജ്, അത് എല്ലാവർക്കും കാണാവുന്ന തരത്തിലായിരുന്നു അതിൻ്റെ നിർമ്മാണം. അതതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ മാത്രമാണോ ഈ അധികാരികൾ അങ്ങനൊരു നിർമ്മാണം അവിടെ നടക്കുന്ന കാര്യം തിരിച്ചറിഞ്ഞത്? ഏതായാലും അവിടെ ഒരു സാധാരണക്കാരന് വീട് വയ്ക്കണമെങ്കിൽ പോലും 100 കണക്കിന് നൂലാമാലകൾ കടക്കേണ്ടി വരുന്നിടത്താണ് ഇങ്ങനെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മാണം, ഒരു ഗ്ലാസ് പാലം അവിടെ നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക തന്നെ വേണം. പ്രേക്ഷകരൊക്കെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടും പല പ്രതികരണങ്ങൾ പറയുന്നുണ്ട്. ജാസ്മിൻ ജോർജ് പറയുന്നുണ്ട്, ഗ്ലാസ് പാലം പൈസയടിക്കൽ, അധികാരികൾ ലക്ഷങ്ങൾ ഉണ്ടാക്കി എന്ന കാര്യം. ഏതായാലും ആ കാര്യത്തിലൊക്കെ സർക്കാർ സംവിധാനങ്ങളാണ് ഉത്തരം പറയേണ്ടത്. ഇത് എത്രമാത്രം സേഫ്റ്റി ഉണ്ട് എന്ന കാര്യം അറിയില്ല. അധികൃതർ ലൈസൻസ് കൊടുക്കുന്നത് എന്ത് മാനദണ്ഡത്തിലാണ് എന്ന കാര്യം നൌഷാദ് പുന്നത്തല ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്കാണ്. നമ്മുടെ MC റോഡ്
അത് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. നേരത്തെ എൻ എച്ച് പോലെ തന്നെ കേരളത്തിൻ്റെ ആദ്യം സംസ്ഥാന പാതയായിരുന്നു MC റോഡ്. ഇപ്പോൾ അതൊരു ദേശീയ പാതയുടെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഈ MC റോഡിൻ്റെ പല ഭാഗത്തും വീണ്ടും വിണ്ട് കീറലുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. കൊട്ടാരക്കര മൈലത്താണ് MC റോഡ് ഒടുവിൽ വിണ്ട് കീറിയിരിക്കുന്നത്. റോഡ് വശത്തെ അനിയന്ത്രിതമായ മണ്ണെടുപ്പും നീർച്ചാലുകൾ നികത്തുന്നതുമാണ് ഇതിൻ്റെ കാരണം. റോഡിന് ബലക്ഷയം വ്യാപകമാണെന്നുമുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. ഇക്കാര്യത്തിൽ അരുൺ രാജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അപകടം പതിയിരിക്കുന്ന പാതകളാവുകയാണ് നമ്മുടെ റോഡുകൾ. അതിലെ ഒടുവിലത്തെ ഉദാഹരണമാണ് MC റോഡ്. നവീകരണം കഴിഞ്ഞ ശേഷം അപകട കെണിയായി മാറിയിരിക്കുകയാണ് MC റോഡിലൂടെയുള്ള യാത്രകൾ ഓരോന്നും. അതിനൊപ്പമാണ് ഈ MC റോഡ് വിണ്ട് കീറാനും ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. 5 വർഷം മുമ്പാണ് MC റോഡ് നവീകരണം നടന്നത്. കാലാവധി കഴിഞ്ഞതോടെ പലയിടത്തും കുഴികൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. റോഡിന്റെ വശത്തെ അനിയന്ത്രിതമായ മണ്ണെടുപ്പും നീർച്ചാലുകൾ നിർത്തുന്നതും കാരണം റോഡിന് ബലക്ഷയം വ്യാപകമെന്നാണ് ഗുരുതരമായ കണ്ടെത്തൽ. സുരക്ഷിതമായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കിയ റോഡാണെങ്കിലും ഇന്ന് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന റോഡും ഇതുതന്നെയാണ്. തുടർച്ചയായിട്ടുള്ള വളവുകൾ, റോഡിന്റെ ഘടന, മിക്കയിടത്തും തിരുവിളക്കുകൾ കത്താത്തതും അപകടത്തിന്റെ കാരണങ്ങളാണ്. മൈലത്തോട്ട് പോകുന്ന MC റോഡാണ്. മൈൽ ഇഞ്ചക്കാട് ഏരിയ ആയിട്ട് വരും. അപ്പം ഇവിടെ നമ്മൾ കുറേ നാളായിട്ട് ഇപ്പോൾ ഒരു റോഡിലൊരു വിള്ളൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മഴ സമയത്തൊക്കെ നല്ല ടെൻഷനാണ് ആൾക്കാർക്ക്. ഇതിലേ പോകുമ്പോഴൊക്കെ ഇങ്ങനെ വിള്ളൽ കാണുമ്പോൾ അങ്ങോട്ടാണെങ്കിൽ ഒരു തോട് ഒഴുകുന്നുണ്ട്. അപ്പം ഏത് സമയവും വേണമെങ്കിൽ അങ്ങോട്ട് താഴോട്ട് ഇടിഞ്ഞ് വീഴുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനാണ്. ഇവിടെയുള്ള നാട്ടുകാർക്കായാലും വണ്ടി പോകുന്നവർക്കായാലും ഒക്കെ ഒരു ടെൻഷനാണ്. അപ്പം KSTPയും ഗവൺമെൻറ്റും ഒക്കെ ഇതിന് എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അപകട ഭീഷണിക്ക് ശാശ്വതമായ പരിഹാരം കാണാനുള്ള യാതൊരു നടപടിയും ഇന്നേ വരെ സ്വീകരിച്ചിട്ടില്ല. മുന്നറിയിപ്പ് ബോർഡുകൾ, ബാരിക്കേഡുകൾ എന്നിവ സ്ഥാപിച്ച് മോട്ടോർ വാഹന വകുപ്പും പോലീസും പരിഷ്കരണം നടപ്പാക്കുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും പ്രാവർത്തികമായില്ല. കഴക്കൂട്ടം മുതൽ ചെങ്ങന്നൂർ വരെയുള്ള റോഡ് KSTPയുടെ നിയന്ത്രണത്തിലാണുള്ളത്. ഇന്ന് മഴക്കാലത്ത് MC റോഡ് വെള്ളക്കെട്ടാകുന്നതും പതിവ് കാഴ്ചയാണ്. വെള്ളം കുത്തനെ ഒഴുകി റോഡിൽ കെട്ടിക്കിടന്ന തകർച്ചയിലേക്ക് നയിക്കുന്നുവെന്നാണ് വിവിധ സമിതികളുടെ കണ്ടെത്തൽ. അപ്പം ഏത് നിമിഷവും ഇനിയുള്ള അടുത്തുള്ള മഴ സമയത്തോ എന്തെങ്കിലും റോഡ് തകർന്ന് ഒരു സൈഡിലേക്ക് മറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുമുമ്പ് ഇതിൻ്റെ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വളരെ എന്താ പറയുക, സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം എപ്പോഴും വാഹനങ്ങൾ പോകുന്നു, 24 hours വാഹനങ്ങൾ പോകുന്നതാണ് റോഡ്. MC റോഡാണല്ലോ. അപ്പം അത് മാത്രമല്ല, എല്ലാവർക്കും ഒരു ഭീതിയാണ് ഇങ്ങനെ ഒരു സംഭവം. MC റോഡ് പലയിടങ്ങളിലുമാണ് വിണ്ട് കീറി തുടങ്ങിയത്. അറ്റകുറ്റപ്പണി ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട് KSTP എഞ്ചിനീയറിംഗ് വിഭാഗം സംസ്ഥാന സർക്കാരിന് കത്ത് നൽകിയിട്ടും മാസങ്ങൾ കഴിഞ്ഞു. സ്ഥിതി ഇങ്ങനെ തുടർന്നാൽ വൈകാതെ റോഡ് തകർച്ചയിലാകും. സർവേ നടത്തി റോഡ് അറ്റകുറ്റപ്പണിക്ക് നടപടികൾ സ്വീകരിക്കണമെന്ന റിപ്പോർട്ടും സർക്കാരിന്റെ പരിഗണനയിൽ പെൻഡിങ്ങിലാണ്. സംസ്ഥാനത്തെ ഭൂരിഭാഗം മന്ത്രിമാരും കടന്നു പോകുന്നത് ഇതേ MC റോഡിലൂടെയാണ്. എസ്കോട്ടോടെ ഈ റോഡിലൂടെ മന്ത്രിമാർ ചീറിപ്പായുമ്പോൾ വല്ലപ്പോഴെങ്കിലും ഈ റോഡിലേക്ക് ഇറങ്ങി ഒന്ന് നോക്കണം. ഈ റോഡിൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം, പരിഹാരം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമായിരിക്കും. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. കേരളത്തിലെ പ്രധാന സംസ്ഥാന ഹൈവേയായ MC റോഡിനെ നാശത്തിലേക്ക് തള്ളിവിട്ടുകൂടാ. MC റോഡിൻ്റെ സംരക്ഷണം വളരെ അനിവാര്യമാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതോടെ പൊതുജനം കഴുതയല്ല സാറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 24-ൻ്റെ സജീവ സംവാദ പരിപാടിയായ എൻകൗണ്ടറുമായി അനുജ രാജേഷ്.